കണ്ണൂർ കൂത്തുപറമ്പ് വട്ടിപ്പുറത്ത് മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്തെ കരിങ്കൽ ക്വാറി ഇടിഞ്ഞു താഴുകയായിരുന്നു. 2 വീടുകൾക്ക് നാശനഷ്ടമുണ്ട്. ഫെലിക്സ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ആർക്കും പരിക്കൊന്നുമില്ലല്ലോ? മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മണ്ണിടിച്ചിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. 2 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. വീടിനകത്തേക്കൊക്കെ മണ്ണ് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. സമീപത്തെ മരങ്ങളൊക്കെ കടപുഴകി. അങ്ങനെ വലിയൊരു മണ്ണിടിച്ചിലാണ് ഈ കണ്ണൂർ വട്ടിപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, കരിങ്കൽ ക്വാറി ഇടിഞ്ഞു താഴ്ന്നാണ് ഈ ഒരു അപകടം. 2 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചത്. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ് പറയൂ. വീട് പോയി. ഫെലിക്സ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഈ വീട്ടിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നോ? ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് വലിയൊരു ക്വാറിയുടെ ഒരു 4 വശത്തിൽ 3 വശവും ഇടിഞ്ഞ് താഴ്ന്നത്. ഒരു ക്വാറി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ക്വാറിക്ക് ഉയരം ഒരു 50 മീറ്ററോളം താഴ്ചയുള്ളൊരു ക്വാറിയാണ്. ആ ക്വാറി ഏതാണ്ട് 20 വർഷമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ ക്വാറി ഏതാണ്ട് 50 മീറ്ററോളം ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് മണ്ണും കല്ലും വീഴുന്നത്. അങ്ങനെ മണ്ണും കല്ലും താഴേക്ക് വീഴുകയും ഈ ക്വാറിയിലുണ്ടായിരുന്ന കല്ലും വെള്ളവും ഒക്കെ തന്നെ അവിടുന്ന് തെറിച്ച്, നമുക്കറിയാം നമ്മുടെ ഒരു ബക്കറ്റിലേക്ക് ഒരു കല്ലിട്ടാൽ വെള്ളം തുളുമ്പി വരുന്നത് പോലെ ഈ പറയുന്ന വലിയ ഗർത്തം പോലെയുള്ള ക്വാറിയുടെ 3 വശവും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും അവിടെ ഉണ്ടായിരുന്ന കല്ലും വെള്ളവും ഇവിടേക്ക് തെറിക്കുകയുമാണ് ചെയ്തത്. ഒരു വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ ആർക്കും അങ്ങനെ മരണം സംഭവിച്ചില്ല, ആളപായം ഒന്നും സംഭവിച്ചില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ തെങ്ങ്, അതായത് ഒരു 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ 25 മീറ്റർ ഉയരത്തിലുള്ള തെങ്ങിൻ്റെ മണ്ടയടക്കം, അതിൻ്റെ മുകൾ വശമടക്കം ഇല്ലാതായി താഴേക്ക് പോകുന്ന രീതിയിൽ കല്ല് തെറിച്ചു വന്നു എന്നതാണ്. ഈ തെങ്ങിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ പ്ലാവടക്കം ശക്തിയുള്ള മരങ്ങൾ, അത്രയും കാമ്പുള്ള മരങ്ങളൊക്കെ തന്നെ തകർന്നടിഞ്ഞ് താഴേക്ക് വീഴുന്നൊരു സ്ഥിതിവിശേഷം. ഏറ്റവും ആശ്വാസകരമെന്ന് പറയുന്നത് ഇത് തൊട്ടടുത്തുള്ള വീടാണ്. ഈ വീട്ടിൽ ആ സമയത്ത് ഒരു ചേട്ടൻ ചേച്ചി ഉണ്ടായിരുന്നു. അവർ പശുവിനെ കറക്കാൻ പുലർച്ചെ 5:30 പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് അവർ രക്ഷപ്പെട്ടു എന്ന് പറയാം, അങ്ങനെ വന്നതുകൊണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ അലമാരയും വീടിനുള്ളിലൊക്കെ തന്നെ സൂക്ഷിക്കുന്ന അവരുടെ വിവാഹ ഫോട്ടോയാണ്. ഈ വിവാഹ ഫോട്ടോ ഇപ്പോൾ കിടക്കുന്നത് കിണറിനോട് ചേർന്നാണ്. അതായത് വീട്ടിൽ നിന്നും എല്ലാ വസ്തുക്കളും, വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ വസ്തുക്കളും തെറിച്ച് പുറത്തേക്ക് വീണു എന്നതാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു വീട് പൂർണ്ണമായി ബാബു എന്ന വ്യക്തിയുടെ വീടാണ്. ആ സമയത്ത് പുലർച്ചെ 5:30 അവർ പശുവിനെ കറക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഏറ്റവും ആശ്വാസകരമായി മാറിയത്. പക്ഷേ അവിടുത്തെ ചേച്ചിക്ക്, ലീല എന്ന ചേച്ചിക്ക് പരിക്കുണ്ട്. പക്ഷേ ആ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു വീട്, ഇതിന് താഴെ 2 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ മുകളിലത്തെ കോൺക്രീറ്റ്, നമുക്കറിയാം വാർത്ത വീടാണ്, ആ കോൺക്രീറ്റിനുള്ളിൽ തന്നെ ഒരു ഹോൾ ഉണ്ടായി എന്നാണ്. അതായത് കരിങ്കല്ല് വന്ന്, ക്വാറിയിൽ നിന്നും കരിങ്കല്ല് വന്ന് വീണ് ആ ഒരു വീടിൻ്റെ, നമുക്കറിയാം മുകൾ വശത്തെ കോൺക്രീറ്റിൽ തുള ഉണ്ടാക്കി താഴേക്ക് വന്നു എന്നതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പോലെ നമ്മൾ അതിശയിച്ചു പോവും. ഒരു കരിങ്കല്ല് വന്ന് പറന്ന് വീണ് ഒരു കോൺക്രീറ്റ് വീടിനുള്ളിൽ മുകളിൽ ഹോൾ ഉണ്ടാക്കിയെന്നതാണ്. അങ്ങനെ വലിയ ദുരന്തം സംഭവിച്ചു. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആ സമയത്ത് ഇവിടെ വീട്ടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസം. കാരണം ആ വീട് അപ്പാടി തന്നെ തകർന്നു പോയി. ഇവിടെയുള്ള തെങ്ങടക്കം പൂർണ്ണമായും ഇല്ലാതാവുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഏറ്റവും തെങ്ങിൻ്റെയും മറ്റു മരങ്ങളുടെയൊക്കെ ഏറ്റവും മുകളിലാണ് വന്ന് കല്ല് പതിച്ചിരിക്കുന്നത് എന്നതാണ്. അങ്ങനെ ഈ ക്വാറി നിന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു 100 മീറ്റർ ദൂരത്തേക്ക് ഇതിൻ്റെ ആഘാതം സംഭവിച്ചു. അതായത് ഈ ക്വാറി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 100 മീറ്റർ മാറി അപ്പുറത്തെ വീടുകൾക്ക് വരെയും കേടുപാടുകൾ സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്രദേശത്തുള്ള 12 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇനിയും ഈ വശം ഇടിയുമോ എന്നൊരു ആശങ്കയുണ്ട്. ഓരോ സമയവും മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം മണ്ണിടിഞ്ഞ് താഴ്വശം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകൾ വശത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുകൾ വശം ഇനിയും താഴേക്ക് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ദുരന്തം തന്നെ. അത് തലനാരിഴയ്ക്ക് ആളുകൾക്ക് വലിയ അപകടമൊന്നും തന്നെ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്നതാണ്. പക്ഷേ ഇങ്ങനെയൊന്നും നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു ക്വാറി ഇടിഞ്ഞു വീഴുകയും അവിടെ നിന്ന് വെള്ളവും കല്ലും, ആ കല്ല് ഏറ്റവും അടിവശത്ത് നിന്നാണെങ്കിൽ ഒരു
ഒരു 100 മീറ്റർ മുകളിലേക്ക് വരെയും കരിങ്കല്ല് പറന്നു വന്നു അല്ലെങ്കിൽ തെറിച്ചു വന്നു എന്നതൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു വലിയ ദുരന്തമാണ് ഉണ്ടായത്. ആളുകൾക്ക് ആർക്കും വലിയ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇന്ന് പുലർച്ചെ 5 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ താഴത്തെ വീടുകളിലൊക്കെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കിടന്നുറങ്ങുന്ന സമയത്താണ് ഒരു കോൺക്രീറ്റ് വാർപ്പുള്ളൊരു വീടിൻ്റെ മുകൾ വശം തുളച്ച് കല്ലകത്തേക്ക് പതിക്കുന്നത്. അങ്ങനെ അതിഭീകരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇനിയും മണ്ണ് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം മണ്ണും കല്ലും മരവും ഒക്കെ തന്നെ ഈ ക്വാറിക്കുള്ളിലേക്ക് പതിച്ചിട്ടുണ്ട്. ഇനിയും ഏതാണ്ട് ഒരു 50 മീറ്ററോളം ഉയരമുണ്ട് ഈ പറയുന്ന ക്വാറിയുടെ മുകൾ വശവും താഴ്വശവും തമ്മിൽ. അപ്പോൾ ഇനിയും മണ്ണും കല്ലും താഴേക്ക് പതിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്.